കർക്കിടകം രാശിക്കാർക്ക് സാമ്പത്തികമായി അല്പം ശ്രദ്ധിക്കേണ്ട മാസമാണ് 2026 ജൂലൈ. രണ്ടാം ഭാവത്തിലെ കേതുവും രണ്ടാം ഭാവാധിപന്റെ 12ലെ സ്ഥിതിയും ധനനഷ്ടത്തിനുള്ള സാധ്യതയെ കാണിക്കുന്നു. അനാവശ്യമായ ഇടപാടുകളിൽ ധനനഷ്ടം വരാൻ ഇടയുള്ളതിനാൽ വളരെ ശ്രദ്ധാപൂർവം ഇടപാടുകൾ നടത്തണം. കർക്കിടകക്കൂറുകാർക്ക് കർമ്മമേഖലയിൽ ഉണർവ് ഉണ്ടാകുന്ന കാലഘട്ടമാണ് ജൂലൈ 2026. ജിംനേഷ്യം, സ്പോർട്സ്, ഫിസിക്കൽ ട്രെയിനിങ്, യോഗ തുടങ്ങിയ കായികക്ഷമത അത്യാവശ്യം വേണ്ട മേഖലയിൽ ജോലി ചെയ്യുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്യുന്നവർക്ക് വളരെയധികം മെച്ചമുള്ള കാലഘട്ടമാണ്. ആരോഗ്യപരമായി കർക്കിടകക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശാരീരികമായ അധ്വാനക്കുറവ് മൂലം ഒബേസിറ്റി, കുടവയർ, ഫാറ്റ് തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതിനാൽ നല്ല ഭക്ഷണശീലവും വ്യായാമവും നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണമുള്ള മാസമാണ് ജൂലൈ. ജുഡീഷ്യറി, സെക്യൂരിറ്റി, അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ്, സ്റ്റീൽ ആൻഡ് മെഷീനറി, കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ ശനിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ബിസിനസ്സുകൾക്ക് ഭാഗ്യം ഉള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങുവാനോ അല്ലെങ്കിൽ നിലവിൽ ഈ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർ അതിനെ അഭിവൃദ്ധിപ്പെടുത്തുവാനോ ശ്രമിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകത്തിൽ ഈ വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഉള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനെ അഭിവൃദ്ധിപ്പെടുത്തുവാനും അതിനുവേണ്ട അനുകൂല സാഹചര്യം വന്നു എങ്കിൽ അതിന് ശ്രമിക്കുന്നതോ നല്ലതായിരിക്കും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കർക്കിടകക്കൂറുകാർക്ക് മെച്ചപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. ഫോട്ടോഗ്രാഫി, മോഡൽ, ആക്ടിംഗ്, ബ്യൂട്ടി ഇൻഡസ്ട്രി, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ശുക്രനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഉപരിപഠനം നടത്തുന്നത് വളരെ ഗുണകരമാവും. നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ അനുകൂല സ്ഥിതനും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാസമാണ്. ഇത്തരത്തിലുള്ള കോഴ്സുകൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇത്രയുമാണ് കർക്കിടകം രാശിക്കാരുടെ ഫലങ്ങളായിട്ട് ഈ മാസത്തെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. നല്ല ഒരു ജൂലൈ മാസം ആശംസിച്ചു കൊള്ളുന്നു. അടുത്ത ഒരു കണ്ടന്റുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.